ഒരിക്കലും സാറിന് എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയില് ഓൾ ഇന്ത്യ റേഡിയോയില് വാർത്തകൾ വായിക്കുന്നത് സക്രിയ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മുൻപ് ഉള്ള തലമുറയോട് ചോദിച്ചാൽ മതി. ആ കുട്ടികൾക്ക് കാരിയർ ഗൈഡൻസും അതേപോലെ നമ്മുടെ പത്രങ്ങളിൽ കാണാം കാരിയർ ഗൈഡൻസ്, തൊഴിലവസരങ്ങൾ എന്നൊക്കെ അതുപോലെ അതിനുവേണ്ടി എനിക്ക് ഞാൻ ചെയ്ത കോഴ്സുകൾ വർക്ക്സ് അതൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഉപയോഗപ്രദമാണത്. അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച ആ സമയത്തേക്കും ഒരുപാട് ചേഞ്ചസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഈ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഞാൻ എപ്പോഴൊരു കരിയർ ഗൈഡൻസ് ചോയ്സ് നമ്മൾ 10th കഴിയുമ്പോൾ ആൾക്കാർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. അത് ഞാൻ ഒരിക്കലും പ്രയാസമാക്കാൻ പാടില്ല. അപ്പോൾ പക്ഷേ ഞാൻ എൻ്റെ ഒരു സ്പെസിഫിക് കേസ് മാത്രമാണ് ഇവിടെ പറയുന്നത്. എൻ്റെ റിസർച്ച് വെച്ച് ഞാൻ ഭാവിക റിസർച്ചിലേക്ക് പോകാൻ ഫോട്ടോണിക്സ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. ഫോട്ടോണിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി സ്റ്റഡി അബൌട്ട് ലൈറ്റാണ്. ഫോട്ടോണിക്സ് എന്താണെന്ന് എന്നോട് അന്ന് തൊട്ട് ഇന്ന് വരെ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാരണം എല്ലാവരോടും ഞാൻ പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് രണ്ടുപേരെയും ഇവിടെ എത്തിക്കാൻ തോന്നിയ നിങ്ങളുടെ പ്രിയപ്പെട്ട മിസ്റ്റേഴ്സും ഈ ടീച്ചേഴ്സും ഇതേ റൂട്ടിലുള്ള കാര്യം മാത്രം പറയാം. 4 MPSN സ്കൂളിൽ അവരുടെ സ്റ്റേറ്റ് ലെവൽ ക്വിസിന്റെ ഭാഗ്യവശാൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ഇവിടെ തന്നെയുണ്ട്. സൈക്കോളജിക്കലായിട്ട് ഈ ഭൂമിയിൽ എന്നോടൊപ്പം പിറന്നു വീണം അമീബ മുതൽ നീലത്തിമിംഗലം വരെയുള്ള ജീവജാലങ്ങൾ അത്രയും സ്വന്തം ചെവളടിച്ച് നീലാകാശത്തേക്ക് പറന്നുപോയി. മത്സ്യങ്ങൾ അത്രയും സപ്തസമുദ്രങ്ങളിലൂടെ എവിടേക്കൊക്കെയോ സ്വന്തമായി ഒഴുകിപ്പോയി. അമീബ മുതൽ നീലത്തിമിംഗലം വരെയുള്ള സർവ്വജീവജാലങ്ങളും 1 മിനിറ്റോ 1 മാസമോ കവിഞ്ഞാൽ 6 മാസമോ കൊണ്ട് സ്വാശ്രയത്വം കൈവരിച്ചപ്പോൾ ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി, മികച്ച ജീവിയായ ഞാൻ മനുഷ്യൻ മാത്രം ഇന്നും ഈ നീണ്ട 15-16 വയസ്സിൽ സ്വാശ്രയത്വമില്ലാതെ ഒരാശ്രയമായി അന്യരെ ആശ്രയിച്ച് മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കുന്നു. അതിൽ എനിക്ക് രചിക്കാനൊന്നുമില്ല. കാരണം മനുഷ്യൻ ജീവിക്കുന്നത് ബുദ്ധി കൊണ്ടാണ് ഇരപിടിക്കുന്നത്. 2 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പും ചെലുത്തി വലകെട്ടിയത് ഇന്നത്തെ രീതിയിലാണെങ്കിൽ അന്ന് മരുപ്പത്തിൽ ഗുഹകളിൽ കഴിഞ്ഞ മനുഷ്യൻ ഇന്ന് ഈ മനോഹരമായ ബിൽഡിങ്ങുകളിലാണ്. ലോകം എത്രയോ മാറിയിരിക്കുന്നു, മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് ഇരപിടിക്കുന്നവരായി മനുഷ്യൻ മാറിയിരിക്കുന്നു. ഇന്ന് 2024 ജൂലൈ 17 ഞാൻ ഇന്നൊരു വരാന്നഭോജിയാണ്. വേനലെയോ വിരകളെയോ പോലെ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നു. ബട്ട് ഐ വാണ്ട് ടു ചേഞ്ച് മൈസെൽഫ്. ഞാൻ സ്വാശ്രയത്വമുള്ള ജീവിയായി മാറാൻ പോകുന്നു. എനിക്കിനി എൻ്റെതായ ജീവിതം കെട്ടിപ്പടുക്കേണ്ടിയിരിക്കുന്നത് എത്ര വേഗമോ അത്ര വേഗം. സോ അതിനുള്ള പ്രയത്നത്തിലാണ് ഞാൻ. അതിനുവേണ്ടിയുള്ള സമസ്ത ഒരുക്കങ്ങളും സഹായിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാലയം, എൻ്റെ രക്ഷിതാക്കൾ എല്ലാം ഉണ്ട്. ഇന്ന് 2024 ജൂലൈ 17 അല്ല, ഇന്ന് 2037 നീണ്ട 13 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാലയം ഒരുക്കുന്നതാണ്. ഈ ഭൂമിയിൽ ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടങ്ങൾ നേടിയ വിദ്യാർത്ഥിയെ മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് എനിക്ക് ഒരുക്കി തന്നിട്ടുള്ള ആ ദിവസം, ആ ബുധനാഴ്ച കഴിഞ്ഞെന്ന് 13 വർഷം കടന്നുപോയിരിക്കുന്നു. വേറെ അറിയില്ല എവിടെയാണ് നിങ്ങൾ. നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് പോലും ഇതുവരെ ഓർമ്മ വരാതിരുന്ന, സുഹൃത്തുക്കൾക്കറിയാത്ത, രക്ഷിതാക്കൾക്കറിയാത്ത ആ ലക്ഷ്യമേതാണ്. കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് പഠനം കഴിഞ്ഞാൽ വലിയ ജോലികളിലേക്ക്
പ്രവേശിക്കുമെന്നറിഞ്ഞ് പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഡിഗ്രി പഠനകാലത്ത് ഞാൻ കാറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എഴുതിയിട്ട് കോഴിക്കോട് ഐഐഎമ്മിൽ നിന്ന് കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ കുറഞ്ഞത് 25 ലക്ഷവും കൂടി 62 ലക്ഷവും വാർഷിക ശമ്പളവുമായി വലിയ കമ്പനികൾ കൊണ്ടുപോയി ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തെ കമ്പനി എക്സിക്യൂട്ടീവ്. രോഗങ്ങൾ ശുദ്ധയാക്കി കൊടുക്കുന്നത് സർവശക്തനായ അല്ലാഹുവാണെങ്കിൽ, ഭഗവാനാണെങ്കിൽ അവന്റെ കൈ ഭൂമിയിലെ അവന്റെ കൈ ഡോക്ടറാണ്. അവളുടെ ഡോക്ടർ അധ്യാപനാകുക. ഞാൻ രാവിലെ സ്കൂളിലെത്തുമ്പോൾ കോളേജിലെത്തുമ്പോൾ വിടർന്ന കണ്ണുകളോടെ ഞാൻ പറയുന്നത് നോക്കി നിൽക്കുന്ന വിദ്യാർത്ഥികളെ കാണുമ്പോഴുണ്ടാവുന്ന സംതൃപ്തി. ടീച്ചർ ഗവേഷണത്തെ കുറിച്ച് ഞാൻ ഇപ്പോഴേ കേട്ടതേ ഉള്ളൂ. ലോകം മുന്നോട്ട് പോകുന്നത് നിരന്തരമായ കണ്ടുപിടുത്തങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയുമാണ്. ലോകം എത്ര മാറുന്നു. അത്തരത്തിൽ മാറാൻ വലിയ സ്കോളർഷിപ്പുകൾ നേടി യൂറോപ്പിലോ US-ലോ UK-യിലോ ഇന്ത്യയിൽ തന്നെയൊക്കെ ഗവേഷണം നടത്തി വലിയൊരു സയന്റിസ്റ്റ്. വെറും പ്ലസ് ടുവിന് ശേഷം കേവലം 4 വർഷം കൊണ്ട് വലിയ ശമ്പളത്തിലൂടെ പോകാവുന്ന IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിങ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പഠിച്ച, നേരെ പ്ലേസ്മെന്റ് വാങ്ങിയ കമ്പ്യൂട്ടർ എഞ്ചിനീയർ. സിവിൽ സർവീസ് എന്നതിന്റെ ഹരമായിരുന്നു മനുഷ്യനെ സഹായിക്കാനും എനിക്ക് വലിയ പദവിയിലെത്താനും രണ്ടും ഒന്നിച്ചു സാധിക്കുന്ന IAS ഓഫീസർ പറഞ്ഞു, നിങ്ങൾക്ക് മാത്രമേ അതറിയൂ. ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നെന്ന് കണ്ടുപിടിക്കുന്നതെന്നായിരിക്കാം. ഇതിനു വേണ്ടി ഇവിടെ എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വലിയ കാറുണ്ട്. എൻ്റെ കാറിൽ എനിക്ക് മാത്രമല്ല എൻ്റെ അടുത്ത വീട്ടിലെ സാധാരണക്കാരനായ മനുഷ്യരും യാത്ര ചെയ്യാൻ അവകാശമുണ്ട്. എന്നിൽ പട്ടിണി കിടക്കുമ്പോൾ സഹായിക്കാൻ എനിക്ക് തോന്നാറുണ്ട്. വീടില്ലാത്തവരെ സഹായിക്കാൻ എനിക്ക് തോന്നാറുണ്ട്. ബട്ട് എനിക്ക് സാധിക്കാറില്ല. ഞാനും ഇന്ന് വരാൻ പോവുകയാണ്. ബട്ട് ഐ വിൽ ഡെഫിനറ്റ്ലി. എൻ്റെ ഉമ്മാമയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മുത്തുനബിയുടെ റൗള കാണണം. ഐ കുഡ് നെവർ. ബട്ട് അതുകൊണ്ട് പോകുന്നതിന്റെ സന്തോഷം ഞാൻ അവരെ അനുഭവിപ്പിക്കും. വലിയ ക്ഷേത്രദർശനങ്ങൾ, ആഗ്രഹങ്ങൾ, നല്ല വീട് എല്ലാം ഞാൻ എൻ്റെ മാതാപിതാക്കളെ കുറിച്ച് അഭിമാനിക്കുന്ന ദിവസം വരും. ഇവിടെ അത്രയും എത്താൻ വേണ്ടിയുള്ള എൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ അത് മുഴുവൻ സാധിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളുടെ തുടക്കമായിരിക്കും ഈ ദിവസം. ഓരോ രാത്രിയിലും ഓരോ പ്രഭാതത്തിലും ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ പുതുക്കിക്കൊണ്ടേയിരിക്കും. അതിലെങ്ങനെ എത്താമെന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്നെ ബുജി എന്ന് വിളിച്ചോട്ടെ, പഠിപ്പിച്ചെന്ന് വിളിച്ചുകൊള്ളട്ടെ. ഭാവിയിൽ ഇന്ന് അവരെന്നെ നോക്കി ചിരിച്ചെങ്കിൽ നാളെ എനിക്ക് വലിയൊരു ചിരി ബാക്കി വരും. ഇന്ന് അത്രയും പാവപ്പെട്ട കുടുംബമാണെന്ന് എനിക്കൊരു പ്രശ്നമല്ല. സോ ഐ വിൽ ഡെഫിനറ്റ്ലി വർക്ക് ഹാർഡ്. ആ പ്രതിജ്ഞ ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നു. അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ച് മനസ്സിലാക്കും. ആ സൗകര്യങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സ്കൂൾ തന്ന സൗകര്യങ്ങളൊക്കെ ഞാൻ ഉപയോഗപ്പെടുത്തും. സോ ഈ പ്രതിജ്ഞയോടെ ഇതിനെക്കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും തീർക്കുമെന്നുള്ള നിശ്ചയത്തോടെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന തീരുമാനത്തോടെ പ്ലീസ് ഓപ്പൺ യുവർ ഐസ്.